എന്നോട് ശരിക്കും പറഞ്ഞാൽ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും 2-3 വാക്ക് പറയണമെന്ന് പറഞ്ഞു. നമ്മളതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു. അപ്പോൾ പറഞ്ഞ് നിങ്ങളാദ്യം സംസാരിക്കണം, എന്നിട്ട് നമ്മൾ സമ്മാനം കൊടുക്കും. ഇപ്പം ഞാൻ പറയാൻ പറ്റുമ്പോൾ തിരിച്ച് പറയേണ്ടി വരും. അൽഹംദുലില്ലാ, ശരിക്കും ഈ ഒരു സന്ദർഭം വലിയ സന്തോഷത്തിൻ്റെയാണ്. എൻ്റെ സന്തോഷത്തിനെ കാട്ടിയും ശരിക്കും നമ്മുടെ പൂർവികരായ ആൾക്കാർ ഈ സന്ദർഭം കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജസ്ബകളും അവരുടെ ആഗ്രഹങ്ങളും നമ്മളെ കാട്ടിയൊക്കെ എത്രയോ മുകളിലായിരുന്നു. ബഹുമാനപ്പെട്ട മൂസ മൗലാന അവർകളും എൻ്റെ വല്ലുപ്പ സുബൈർ ഹാജി എല്ലാവരും തന്നെ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ പഠിക്കുക, ഭയങ്കര ഉഷാറായിട്ട് നിൽക്കുക, ഭയങ്കര അവരുടെ ഉത്സാഹം കണ്ടിരിക്കണമെങ്കിൽ കെട്ടിപ്പിടിക്കും, ഭയങ്കര സന്തോഷമാണ്. അവരെയൊക്കെ ഖബറുകളെ അടച്ചു വിശാലമാക്കട്ടെ. ഈ ഒരു പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും വളരെ ഭംഗിയായി മുമ്പിലേക്ക് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഉസ്താദന്മാരൊക്കെ ഓരോരുത്തരും പറഞ്ഞു, ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ വിദ്യാർത്ഥികളുടെ മത്സരത്തിലുള്ള പഠനത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ഒരുപാട് ഉസ്താദന്മാർ, വിദ്യാർത്ഥികൾ അഹോരാത്രം പരിശ്രമിച്ചു. മാഷാ അല്ലാഹ്, അത് വളരെ ഭംഗിയായ രൂപത്തിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എനിക്ക് പറയാനുള്ളത് മുമ്പിലോട്ടുള്ള കാര്യങ്ങളാണ്. ഞാനെപ്പോഴും കഴിഞ്ഞ കാര്യത്തിലേക്ക് എൻ്റെ മനസ്സിൽ ബാക്കിലേക്ക് വരുന്നില്ല, ഞാൻ മുമ്പിലേക്കാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വലിയ ഒരു ത്യാഗ പരിശ്രമം ദീനിനു വേണ്ടി ചെയ്യേണ്ടത്. നിങ്ങളൊരിക്കലും പതറിപ്പോകരുത്. പല കോലത്തിലും പല രൂപത്തിലും നമ്മളെ വളരെയധികം മോശമാക്കി ചിത്രീകരിച്ച് കേൾക്കാൻ പോലും അറപ്പുള്ള രൂപത്തിൽ നമ്മൾ പതറിപ്പോകുന്ന പല സന്ദർഭങ്ങളും ഉള്ളതുപോലെ നമുക്കൊരു സംശയമുണ്ട്. നിങ്ങളൊരിക്കലും പതറരുത്. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ അതിനെതിരെ നമ്മളുടെ പരിശ്രമം, നമ്മൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, നിങ്ങളിവിടെ വെച്ച് തുടങ്ങുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദീനിനെതിരെയുള്ള മുഴുവൻ ശക്തികൾക്കും എതിരെയുള്ള നമ്മളുടെ പരിശ്രമത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ നഹ്വ് ആയിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, ഖുർആൻ ആയിക്കോട്ടെ, തഫ്സീർ ആയിക്കോട്ടെ, ഇതിലുള്ള മുഴുവൻ നമ്മുടെ പഠനവും അതിൽ നമ്മൾ മത്സരിച്ച് നമ്മൾ മുമ്പിലേക്ക് പോകുന്നു. മത്സരത്തിൽ 2 രൂപങ്ങളുണ്ട്. നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടാവും, കുറേ പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയ ആൾക്കാരുണ്ട്, കിട്ടാത്തവരുണ്ട്. എല്ലാവരും മാഷാ അല്ലാഹ് ഒരുപാട് അധ്വാനവും ത്യാഗവും ചെയ്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ നമ്മുടെ റാബിത്തിന്റെ മഷൂറയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ മത്സരിച്ച് ഭയങ്കര ഉഷാറായിട്ട് പരിശ്രമിക്കണം. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ, എല്ലാം മഷൂറെ തീരുമാനിച്ച പ്രകാരം എല്ലാവരും അംഗീകരിച്ച് നമ്മളത് പോവുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ പോകില്ല. അടുത്ത പ്രാവശ്യം നല്ല ഉഷാറായിട്ട് നമ്മൾ ഡബിൾ ഉഷാറായിട്ട് നമ്മൾ ഓരോരുത്തരും വരുമെന്ന് നമുക്ക് നിയന്ത്രിച്ചുകൂടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളുടെ പരിശ്രമം, നമ്മുടെ മത്സരം ഹസനിയ, കൗസരിയ, നജ്മുൽ ഹുദ, ദാറുൽ മോച്ചറ, എങ്ങനെ നമ്മളുടെ മദാരിസുകളുമായിട്ടല്ല ഒരിക്കലും. നമ്മളുടെ മത്സരം ശരിക്കും ദീനിനെ എതിരെ വരുന്ന മുഴുവൻ ആൾക്കാർക്കും എതിരാണ് നമ്മുടെ മത്സരം. അതിനും വേണ്ടി നമ്മൾ ശരിക്കും നമ്മളെ തയ്യാറാക്കേണ്ടതാണ്. ആ തയ്യാറായി നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ കൂടി ബാക്കിയുള്ള രൂപത്തിൽ കൂടി പല രൂപത്തിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങളുടെ മദാരിസുകളിൽ എല്ലാ സ്ഥലങ്ങളിലും സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ അതിനെ ആ രൂപത്തിൽ കൊണ്ടുപോകണം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മത്സരം, എൻ്റെ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ലെവലിൽ എത്തിയോ, എൻ്റെ ഭാഷ ഇന്റർനാഷണൽ ലെവലിലാണോ ഉള്ളത്, എൻ്റെ പ്രസന്റേഷൻ ഇന്റർനാഷണൽ ലെവലിലാണോ ഉള്ളത്. ഞാനൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ എൻ്റെ അവതരണം എങ്ങനെയായിരിക്കും, ഞാനൊരു മത്സരത്തിൽ പങ്കെടുത്താൽ എൻ്റെ അവതരണം എങ്ങനെയായിരിക്കും. നമ്മൾ അതിനു വേണ്ടി തയ്യാറാണ്. ഇത് അതിനുള്ളൊരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് ഇത് നമ്മൾക്കെതിരെ, ദീനിനെതിരെ പരിശ്രമിക്കുന്ന
മുഴുവൻ ആൾക്കാർക്കും വേണ്ടി നമ്മൾ വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ദൃഢപ്രതിജ്ഞയോടു കൂടിയും പരിശ്രമിക്കേണ്ട ഒരു രൂപമാണ്. നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. ഒരിക്കൽ പോലും പതറിപ്പോകരുത്. നമ്മൾ ധൈര്യത്തോടു കൂടി, നമുക്ക് പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊരു പൊടി പുറകോട്ടാണ്. പുസ്തകം പറഞ്ഞു, അവലോകനം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കണം, നമ്മൾ നോക്കണം. നമ്മുടെ പ്രസന്റേഷൻ എങ്ങനെയാണ്, നമ്മളുടെ മറ്റുള്ളവരുടെ രൂപത്തിൽ നമ്മുടെ പ്രസന്റേഷൻ എന്താണ് പ്രശ്നം, നമ്മളതിനെ മനസ്സിലാക്കണം, നോക്കണം. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കണം, റിസർച്ച് ചെയ്യണം, പഠിക്കണം, അതിലേക്ക് നമ്മൾ പോകണം. അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉസ്താദന്മാര് നമ്മുടെ കൂടെ തന്നെ അവരുടെ സമയവും സമ്പത്തും നിങ്ങളുടെ കൂട്ടത്തിൽ ചെലവാക്കി ഈ റാബിത്തിന്റെ ഒരു പരിപാടി തന്നെ അതിന് വലിയൊരു മാതൃകയാണ്. ഇതൊരു കുറച്ച് ചെറിയ ഉസ്താദന്മാരുടെ ചെറിയ മദ്രസകളുടെ കൂട്ടായ്മയാണ്. ഈ പാവങ്ങൾ എല്ലാവരും കൂടി വലിയ ത്യാഗത്തോടു കൂടി പരസ്പരം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എല്ലാവരും വളരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഓരോ ഉസ്താദന്മാരും അവരുടെ പ്രായമൊക്കെ മറന്ന് വളരെ ചെറുപ്പമായിട്ട് അധ്വാനിക്കുകയാണ്. ശരിക്കും ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ശരിക്കും നോക്കിയാൽ അവാർഡ് ശരിക്കും കൊടുക്കേണ്ട റാബിത്തിന്റെ ഈ അധ്വാനിച്ച കുറെ ഉസ്താദന്മാർക്കാണ്. നമ്മൾ സുഹൈൽ ഉസ്താദ്, റാഫി ഉസ്താദ്, അതേപോലെ അതിന്റെ പുറകിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. റാബിത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കൂടാണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അവർ എന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. അത്രയും അധികം ആൾക്കാർ ഇതിന്റെ പുറകിൽ പരിശ്രമിച്ചത്. അവര് പരിശ്രമിച്ചതിന്റെ പേരിലും അവരുടെ ഫിഗറിന്റെ പേരിലും നമ്മളുടെ ഉസ്താദന്മാരുടെ ഒരു വലിയ കൂട്ടായ പരിശ്രമം. ശരിക്കും എന്റെ മനസ്സിൽ എപ്പോഴുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പരിശ്രമിക്കണം. നമ്മൾ കൂട്ടായ ശരിക്കും ഈ ഒരു സംഭവം തന്നെ ഇന്ന് തന്നെ നടന്ന ഈ പരിശ്രമവും ഈ സ്റ്റാൻഡേർഡൈസേഷനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള മറ്റു മദ്രസക്കാരുടെ കൂടെ നമ്മൾ കൂടി ചെയ്തപ്പോൾ ഉള്ള പരിശ്രമവും അതിന് വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ കൂട്ടായ പരിശ്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. അതിന് പരസ്പരം ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ച കൂടി ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാബിത്ത കുറച്ച് വർഷങ്ങളോടും കൂടി എത്രയോ കാര്യങ്ങൾ മാഷാഅല്ലാഹ് ചെയ്യാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശ്രമങ്ങളെ എല്ലാം നല്ല രൂപത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ജാമിഅത്തുൽ ഹുസൈനിന്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഉസ്താദന്മാരുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ മദ്രസയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ജാമിഅത്തുൽ ഹുസൈനിയിൽ വന്നു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള സൗഭാഗ്യം തന്നു. ഇതിനെ നിങ്ങളുടെ പരിപാടി നമുക്ക് നടത്താനും നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും നിങ്ങളെ ഖിദ്മത്ത് ചെയ്യാനും നമുക്ക് ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മളുടെ ഭാഗത്ത് ഒരുപാട് കുറവുകൾ ഉണ്ടാവും, നമ്മളെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പഠിച്ചവൻ അതെല്ലാം പുറത്തു തരട്ടെ. നിങ്ങൾ ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരുമിച്ച് വളരെ ഹിമ്മത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം. ഇതിന്റെ പുറകിൽ പരിശ്രമിച്ച അണിയറ കട്ടന്റെ പുറകിൽ പരിശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയോ ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ വരെ ഇതിന്റെ ഖിദ്മത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം പഠിച്ചോ കബൂലാക്കട്ടെ. മാത്രമല്ല ജഡ്ജസ് ആയിട്ട് ഇരുന്ന ആൾക്കാർ ഓലിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഫിസുദ്ദീൻ സാറിന്റെ അടുത്ത് തമാശക്ക് പറഞ്ഞിട്ട് ഒന്ന് ഇതാക്കി കൊടുത്ത് ഉസ്താദ് രാവിലെ മുതൽ വായ തുറന്നിട്ട് അടച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എത്രയോ ത്യാഗത്തോടു കൂടി എത്രയോ ടെൻഷനോടും കൂടി ഞാൻ ഉസ്താദിന്റെ പേര് പറഞ്ഞതോട് മുഴുവൻ ജഡ്ജിമാരും അവര് വലിയ ത്യാഗത്തോടെ വലിയ ആഗ്രഹത്തിൽ ഇവിടെ വന്നു. നമ്മുടെ അടുത്ത് കൂടി നമ്മുടെ കൂടത്തിൽ നമ്മുടെ സേവനത്തിൽ നമ്മളോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം കബൂലാക്കട്ടെ. അവരോടൊക്കെ നന്ദി, ഒരുപാട് അധികം നമുക്ക് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദന്മാര്, അതേപോലെ ഒരുപാട് ആൾക്കാർ നമ്മളത് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമായി പോകും. അതുകൊണ്ട് ഞാൻ അവരോടൊക്കെ നന്ദി പറയുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിച്ച മുഴുവൻ പേരെയും റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.